നമസ്കാരം. ഇന്ത്യൻ നിക്ഷേപകർക്ക് നിമിഷ് ഷായെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്നാണ്. 1984 മറ്റൊരു പ്രമുഖ നിക്ഷേപകനായ വല്ലഭ് ബൻസാലിക്കൊപ്പം അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖ സാമ്പത്തിക ഉപദേശക സ്ഥാപനമായ എനാം സെക്യൂരിറ്റീസ് സ്ഥാപിച്ചിരുന്നു. നിമിഷ് ഷായുടെ നിക്ഷേപക പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് വളരെ അപൂർവമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിഗത പോർട്ട്ഫോളിയോയിൽ നിലവിൽ 5 ഓഹരികൾ മാത്രമാണുള്ളത്. ഏകദേശം 3238 കോടി രൂപയുടെ മൂല്യമാണ് ഇതിനുള്ളത്. ഇതിനു പുറമെ എനാം സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് 14,684 കോടി രൂപയുടെ മറ്റ് 30 ഓഹരികൾ നിക്ഷേപവുമുണ്ട്. സമീപകാല ബജറ്റിന് ശേഷം അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലെ ഒരു കമ്പനി നിക്ഷേപകർക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. ലക്ഷ്മി മെഷീൻ വർക്ക്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. 1962 സ്ഥാപിതമായ ലക്ഷ്മി മെഷീൻ വർക്ക്സ് ഇന്ത്യയിലെ മുൻനിര ടെക്സ്റ്റൈൽ മെഷീനറി നിർമ്മാതാക്കളാണ്. ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മെഷീനറികൾ, CNC മെഷീൻ ടൂളുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും വിപണനത്തിലുമാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിൽ 16,953 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഈ കമ്പനിയിൽ പ്രമുഖ നിക്ഷേപകൻ നിമിഷ് ഷായ്ക്ക് 8.7% ഓഹരി പങ്കാളിത്തമുണ്ട്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഏകദേശം 1450 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ് ടെക്സ്റ്റൈൽ മെഷീനറി വിഭാഗമാണെങ്കിലും ഭാവിയിലെ വലിയ വളർച്ചാ സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി സെന്ററിലാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ടയർ 1 പാർട്ട്ണറായ LMW തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന് ആവശ്യമായ നിർണായകമായ എയർ ഇൻടേക്ക് മൊഡ്യൂളുകൾ വിതരണം ചെയ്യുന്നുണ്ട്. 83 തേജസ് മാർക്ക് 1A വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ HALന് ലഭിച്ചതോടെ നിർമ്മാണ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള HALന്റെ തീരുമാനം LMWന് വലിയ ഗുണകരമാകും. കൂടാതെ ദീർഘദൂര സബ്സോണിക് ക്രൂയിസ് മിസൈലായ നിർഭയയ്ക്ക് ആവശ്യമായ കൃത്യതയാർന്ന ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും ATC പങ്കാളിയാണ്. ഇന്ത്യയുടെ റഫാൽ കരാറിലെ 50% ഓഫ്സെറ്റ് വ്യവസ്ഥയുടെ ഗുണഭോക്താവ് കൂടിയാണ് LMW. ഫ്രഞ്ച് യുദ്ധ വിമാനങ്ങൾക്കായി ഫ്യൂവൽ ടാങ്കുകളും മറ്റു ഉപഭോഗങ്ങളും കമ്പനി നിർമ്മിച്ചു നൽകുന്നുണ്ട്. നിലവിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് 2600 കോടി രൂപയിലധികമാണ്. ഇതിൽ 360 കോടി രൂപ ATC വിഭാഗത്തിൽ നിന്നുള്ളതാണ്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മേഖലയിലെ മാന്ദ്യം കാരണം 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനത്തിൽ 36%, ലാഭത്തിൽ 72% ഇടിവുണ്ടായിട്ടുണ്ട്. ആഭ്യന്തര മില്ലുകൾ കുറഞ്ഞ ശേഷിയിൽ പ്രവർത്തിക്കുന്നതിനാൽ കമ്പനിയുടെ ടെക്സ്റ്റൈൽ വിഭാഗത്തിന് പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ദിവസമായി കുറയ്ക്കേണ്ടി വന്നു. എങ്കിലും ഓഹരി വിപണിയിൽ കമ്പനി മികച്ച മുന്നേറ്റം തന്നെയാണ് നടത്തിയത്. 2021 ഫെബ്രുവരിയിൽ ഏകദേശം 6,150 രൂപയായിരുന്ന കമ്പനിയുടെ ഓഹരി വില 2026 ഫെബ്രുവരി 6 കണക്കനുസരിച്ച് 15,532 രൂപയിലേക്ക് കുതിച്ചിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ 150% വർധനവാണ് രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ ഓഹരികൾ നിലവിൽ 137 ടൈംസ് എന്ന PE റേഷ്യോയിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇത് ഇൻഡസ്ട്രി മീഡിയനായ 29 ടൈംസിനേക്കാൾ വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ ഇത് ഓവർ വാല്യൂഡ് ആയി കണക്കാക്കാമെങ്കിലും വിപണിയിലെ നിരീക്ഷകർ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ടെക്സ്റ്റൈൽ മേഖലയിലെ തളർച്ചയേക്കാൾ ഉപരിയായി കമ്പനിയുടെ എയ്റോസ്പേസ് വിഭാഗത്തിലെ വലിയ വളർച്ചാ സാധ്യതകളെയാണ് വിപണി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഒരു ടെക്സ്റ്റൈൽ മെഷീനറി കമ്പനി എന്നതിലുപരി ഒരു ഹൈടെക് ഡിഫൻസ് പ്ലെയർ എന്ന നിലയിലുള്ള പ്രീമിയം മൂല്യമാണ് വിപണി ഈ ഓഹരിക്ക് നൽകുന്നത്.